കോഴിക്കോട് ബേപ്പൂർ മണ്ഡലത്തിലെ ചാലിയം ഫിഷ് ലാൻഡിംഗ് സെന്റർ അസൗകര്യങ്ങളുടെ നടുവിലാണ്. 2000-ഓളം മത്സ്യത്തൊഴിലാളികളാണ് ചാലിയത്തെ ആശ്രയിക്കുന്നത്. അതേസമയം ബേപ്പൂരിൽ നിന്ന് ചാലിയത്തേക്കുള്ള ജങ്കാർ യാത്ര വിപുലീകരിക്കാതെ വികസനം വിദൂരതയിലാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. മലബാറിലെ പ്രധാന പരമ്പരാഗത മത്സ്യവിപണന കേന്ദ്രമാണ് ചാലിയത്തുള്ളത്. ചാലിയം ഫിഷ് ലാൻഡിംഗ് സെന്റർ എന്നാണ് പേരെങ്കിലും മഴയും വെയിലുമേറ്റാണ് മത്സ്യത്തൊഴിലാളികൾ ഇവിടെ പണിയെടുക്കുന്നത്. ചാലിയത്ത് തോണികൾ അടുപ്പിക്കാൻ കഴിയാത്തതും പ്രതിസന്ധിയാണ്. 10-20 വർഷത്തെക്കാലം 25 വർഷത്തോളം ചാലിയം ഫിഷ് ലാൻഡിംഗ് സെന്റർ ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല. ഇപ്പോഴും ചളിയും മറ്റും നിറഞ്ഞുകൊണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അതുപോലെ വികസന പ്രവർത്തനങ്ങളൊക്കെ തന്നെ പിന്നോട്ടാണ് ഈ മണ്ഡലം എന്നുള്ളതാണ്. മാറ്റത്തിന് വേണ്ടി ബേപ്പൂർ കൊതിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്കോ മറ്റ് ക്ഷേമങ്ങൾക്കോ ഒരു ഇതില്ല, ഒന്നും കിട്ടിയിട്ടില്ല. മത്സ്യം സൂക്ഷിക്കാനോ സംസ്കരിക്കാനോ ഉള്ള മറ്റു മാർഗങ്ങളുമില്ല. ചാലിയത്ത് 100ഓളം ഫൈബർ ബോട്ടുകളും 300ഓളം ചെറുകിട വള്ളങ്ങളും ലാൻഡിംഗ് സെന്ററിൽ എത്തുന്നുണ്ട്. വനം വകുപ്പിന്റെ റിസർവ് ഭൂമിയിലാണ് ഫിഷ് ലാൻഡിംഗ് സെന്റർ പ്രവർത്തിക്കുന്നത്. ഏറ്റെടുക്കുന്ന വനഭൂമിക്ക് പകരം ഭൂമി അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമ തടസ്സങ്ങളാണ് ഫിഷ് ലാൻഡിംഗ് സെന്ററിന് തടസ്സമാകുന്നത്. ബേപ്പൂരിൽ നിന്നും ചാലിയത്തേക്കെത്താൻ എളുപ്പവഴിയായ ജങ്കാർ സർവീസ് പലപ്പോഴും മുടങ്ങാറുണ്ട്. കടലുണ്ടി പഞ്ചായത്തിനാണ് ജങ്കാർ സർവീസിന്റെ നടത്തിപ്പ് ചുമതല. എന്നാൽ ജങ്കാർ അടുപ്പിക്കുന്നതിനാവശ്യമായ ബോട്ട് ജെട്ടി നിർമ്മിക്കാത്തതാണ് വലിയ ജങ്കാറുകൾക്ക് തടസ്സമാകുന്നത്. ഡബിൾ എഞ്ചിനുള്ള ഫ്ലോർ ഉണ്ടായിരുന്നു, അത് മാറ്റിയിട്ട് ഇപ്പോൾ പഴയ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഓടുന്നത്. അത്യാവശ്യമായിട്ട് വേണ്ടത് നിലവിൽ ഒരു പാലമാണ്. നമ്മൾ 2 ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കോഴിക്കോടിന് ഏറ്റവും അടുത്ത് കോഴിക്കോടിൻ്റെ കോസ്റ്റൽ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതാണ്. ബേപ്പൂർ ഏതോ കാലത്ത് ഒരു പോർട്ട് വരിക എന്നുള്ളത് ജനങ്ങളെ വലിയൊരു അഭിലാഷമായിരുന്നു. അതിനുവേണ്ടി അഹോരാത്രം പലരും ശ്രമങ്ങൾ നടത്തിയിട്ടും ഒന്നും വന്നിട്ടില്ല. ചാലിയത്തിന്റെ വികസനത്തിന് ഫിഷ് ലാൻഡിംഗ് സെന്ററും സുഗമമായ ജങ്കാർ സർവീസും അനിവാര്യമാണെന്നും തെരഞ്ഞെടുപ്പിൽ ഇതും ചർച്ചയാകുമെന്നും ജനങ്ങൾ പറയുന്നു. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.